യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. പല മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുമ്പോൾ സക്സസ് ആകാനുള്ള എനർജി നമ്മളിലുണ്ട്. അത് ഡെവലപ്പ് ചെയ്യുക, എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നും ഒന്നും അറിയാതെ ജീവിച്ച് മരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലെവലിൽ വേറെ റേഞ്ച് ആയിരിക്കും. മീൻസ് നമ്മൾ വളരെയധികം ജീവിതത്തിൽ മിറാക്കിൾ സംഭവിക്കും. കാരണം ഞാൻ എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ പല ബിസിനസ്സിലുമൊക്കെ വന്നിട്ട് തകർന്ന് എല്ലാവിധ നെഗറ്റീവ്സിലൂടെയും കടന്നു പോയതാണ്. എല്ലാ നെഗറ്റീവ്സും എക്സ്പീരിയൻസ് ചെയ്തിട്ട് നെഗറ്റീവ് എന്താണെന്ന് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോസിറ്റീവാണ് കാര്യങ്ങൾ പറയണത്. അതല്ലാതെ വെറുതെ ഒരു തിയറി കേട്ടിട്ട് അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ കോപ്പി അടിച്ചിട്ട് പറയുന്ന രീതിയല്ല ഇവിടെ. നെഗറ്റീവ് എനർജി എന്താണെന്ന്, ഏതെല്ലാം റൂട്ടിലൂടെ ഒരു മനുഷ്യരിൽ നെഗറ്റീവ് എനർജി വരാം എന്ന് അതിൻ്റെ A to Z എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ. 3 തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, നാട് വിട്ടുപോയി, എല്ലാം അവസാനിച്ചതാ. അത് ജാതകപ്രകാരം നോക്കുകയാണെങ്കിൽ ബെന്നി ഈസ് നോ മോർ, ബെന്നി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്ന് പറയും. അതുപോലെ അവസ്ഥ പോയതാ. അവിടെ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ റിസർച്ച് നടത്തിയത് നെഗറ്റീവ് എനർജി എന്താണെന്നുള്ളതാണ്. മനുഷ്യരിപ്പോൾ വിജയിക്കാനും സക്സസ് ആകാനും അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച എത്താനും ഒക്കെ പോസിറ്റീവ് കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കണം. പോസിറ്റീവ് ആകാൻ എന്ത് ചെയ്യാം, സക്സസ് ആകാൻ എന്ത് ചെയ്യാം എന്നാണ്. അതായത് പോസിറ്റീവിനെ കുറിച്ച് അന്വേഷിക്കുന്നു, പോസിറ്റീവിനെ കുറിച്ച് പഠിക്കുന്നു, പോസിറ്റീവ് എക്സ്പീരിയൻസ് ആകാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ രീതിയിൽ പോയത് കൊണ്ട് പോസിറ്റീവ് ആകാനോ സക്സസ് ആകാനോ പറ്റൂല. നമ്മൾ പോസിറ്റീവ് ആകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സാധനമാണ് നെഗറ്റീവ്. 2 രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെ ശത്രു രാജ്യത്തെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലൈഫ് പോസിറ്റീവ് ആവണം നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ നെഗറ്റീവ് എനർജി എന്താണ്, നെഗറ്റീവ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് ഒരിക്കലും നമുക്ക് പോസിറ്റീവ് ആകാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ നെഗറ്റീവിൻ്റെ എക്സ്പീരിയൻസിൽ ഒരാൾ ഈ മരിക്കണേലും കൂടുതലൊന്നുമില്ല, മരിച്ചിട്ട് തിരിച്ചു വന്ന ആളാണെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫ്. അപ്പോൾ അത്രയും ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് അത്രയുണ്ട് ഇതിൽ നെഗറ്റീവ് എനർജിനെ കുറിച്ചുള്ള. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഉറപ്പായിട്ട് എത്ര വലിയ കൊടിയ നെഗറ്റീവ് ഉള്ള ഒരാളെയും നമുക്ക് പോസിറ്റീവിലോട്ട് കൊണ്ടുവരാൻ പറ്റും എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയണം, ഈ എക്സ്പീരിയൻസ് ചെയ്താൽ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഏത് തരത്തിലുള്ള എനർജിയിൽ നിന്നും റിക്കവറി ആകാൻ പറ്റുമെന്നുള്ളതാണ്. സന്തോഷവാനായി ഇരിക്കുന്ന ഒരാൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ, ദുഃഖിതനായിരിക്കുന്ന ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കുന്ന ഒരാൾക്ക് വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. അങ്ങനെയെങ്കിൽ ശത്രുത വന്നു കഴിയുമ്പോൾ വർക്ക് ചെയ്യുന്ന നെഗറ്റീവ് എനർജിയുടെ അളവ് വളരെയധികം ഹൈ ആയിരിക്കും. ഒരാളെ തകർക്കാനും ഒരാൾക്ക് പരാജയം ഉണ്ടാക്കാനുമില്ല. അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്നത് അതിശക്തമായ നെഗറ്റീവ് എനർജിയുള്ള അല്ലെങ്കിൽ അതിശക്തമായ നെഗറ്റീവ് ഓറയുള്ള ആൾക്കാരിൽ നിന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉള്ളവർ വിശ്വസിക്കുകയും എക്സ്പീരിയൻസ് ഇല്ലാത്തവർ വിശ്വസിക്കുകയും ചെയ്യില്ല എന്ന് പറയുന്നത് പോലെയാണ് ജീവിതത്തിൽ പല